സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്ന് ആവർത്തിച്ച് തന്നെ പറയുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ സർക്കാർ ഇടപെട്ടത്. റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്കൂൾ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടുത്ത നടപടിയിലേക്കൊന്നും സർക്കാർ കടന്നിട്ടില്ല. വിഷയം വന്നപ്പോൾ അന്വേഷണത്തിനായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയെന്നും കുട്ടിയോ രക്ഷിതാക്കളോ ശിരോവസ്ത്രം ധരിക്കുന്നില്ലെന്ന തീരുമാനമെടുക്കും വരെ അത് ധരിക്കാനുള്ള അവകാശമുണ്ട് എന്നും കൂടി മന്ത്രി പറയുന്നുണ്ടെന്ന്. വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ലംഘനവുമാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരൻ്റെ മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിൽ വിരുദ്ധമായ നടപടിയാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അനുവദിക്കില്ല. സർക്കാർ ഈ വിഷയത്തിൽ തുടർന്നും ജാഗ്രത പുലർത്തും. ഏതായാലും സ്കൂളിൻ്റെ മറുപടി ഇന്ന് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കും.